പ്രിയമുള്ളവരെ, ചാക്രികമായ ആചാരാനുഷ്ഠാനങ്ങളുടെ സംഘാതം മാത്രമല്ല ഇസ്ലാമിക മൂല്യസങ്കല്പം. മറിച്ച് ജീവിതത്തിന്റെ നിഖില മേഖലകളിലും സൃഷ്ടാവിനെ കേന്ദ്രസ്ഥാനത്ത് നിർത്തിയുള്ള ജീവിതശൈലി രൂപപ്പെടുത്തുന്നതിലൂടെ മാത്രമേ അതിന്റെ പൂർണ്ണത പ്രാപിക്കുകയുള്ളൂ. അതുതന്നെയാണ് ഇസ്ലാമിക ധാർമ്മിക മൂല്യങ്ങളുടെ വ്യതിരക്തതയും. ഇസ്ലാം ധാർമ്മിക സദാചാര മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ മതമാണ്. ഉത്തമമായ എല്ലാ സ്വഭാവ ഗുണങ്ങളും അത് പഠിപ്പിക്കുന്നു. ഇസ്ലാം മാനവികമായ എല്ലാ ഗുണങ്ങളെയും ഉൾക്കൊള്ളുന്നു. നാം ജീവിക്കുന്ന സമൂഹത്തിൽ നിരവധി തിന്മകളും അധർമ്മങ്ങളും കണ്ടുവരുന്നു. ദൈവത്തിനു മാത്രം അവകാശപ്പെട്ട ആരാധനകൾ ദൈവേതരർക്ക് അർപ്പിക്കപ്പെടുന്നു. അഴിമതി, ആക്രമണം, സ്വജനപക്ഷപാതം, ചൂഷണം, പിടിച്ചുപറി, മദ്യപാനം, വ്യഭിചാരം തുടങ്ങിയ ദൈവവും ദൈവദൂതനും വിലക്കിയ പലതും ഇവിടെ അരങ്ങു തകർക്കുന്നതായി നാം കാണുന്നു. ഇതൊക്കെ അക്രമവും അധർമ്മവുമാണെന്നറിഞ്ഞിട്ടും അവയ്ക്കെതിരെ പ്രതികരിക്കാതിരിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് നാം അതിലൊന്നും പങ്കുചേരുന്നില്ലല്ലോ എന്ന ചിന്തയാണ്. സുഹൃത്തെ, ഇവിടെ നമുക്കൊരു ഉത്തരവാദിത്വമില്ലേ? തീർച്ചയായുമുണ്ട്. അനാവരണം ചെയ്യപ്പെടുന്നു. ഇന്ന് വൈകുന്നേരം 6:30 ഓരമുക്ക് ജംഗ്ഷനിൽ വെച്ച് തൃക്കരിപ്പൂർ മണ്ഡലം വിസ്ഡം യൂത്ത് സംഘടിപ്പിക്കുന്ന മുജാഹിദ് ആദർശ സമ്മേളനത്തിൽ കേരളത്തിലെ ഉജ്ജ്വല വാഗ്മിയും പ്രസംഗകലയിൽ തന്റെ ശബ്ദമാധുര്യം കൊണ്ട് ശ്രോതാക്കളെ വിസ്മയിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന പണ്ഡിതൻ മുനവ്വിർ സ്വലാഹിയും ഓരമുക്ക് സലഫി മസ്ജിദ് ഖത്തീബ് മുനീർ ഷറഫിയും നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. സമ്മേളനത്തിലേക്ക് എല്ലാ ദീനീ സ്നേഹികളെയും ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് വൈകുന്നേരം 6:30 ഓരമുക്ക് ജംഗ്ഷനിൽ പ്രത്യേകം സജ്ജമാക്കിയ ദീനീ സദസ്സിലേക്ക്. മരണമിവാതിലിൽ മുട്ടി വിളിച്ചിടും മുമ്പന്റെ ഹാജത്ത് വീട്ടേണേ, എന്നും കിനാ കാണും കഅബ ശരീഫിൽ. പ്രിയമുള്ളവരെ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ യുവജന വിഭാഗമായ വിസ്ഡം യൂത്ത് തൃക്കരിപ്പൂർ മണ്ഡലം സംഘടിപ്പിക്കുന്ന മുജാഹിദ് ആദർശ സമ്മേളനം ഇന്ന് വൈകുന്നേരം 6:30 ഓരമുക്ക് ജംഗ്ഷനിൽ വെച്ച് കേരളത്തിലെ യുവ പണ്ഡിതനും പ്രഗത്ഭ വാഗ്മിയുമായ മുനവ്വിർ സ്വലാഹി, ഓരമുക്ക് സലഫി മസ്ജിദ് ഖത്തീബ് മുനീർ ഷറഫി തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. സമ്മേളനത്തിലേക്ക് ഏവരെയും കുടുംബസമേതം സ്നേഹാദരവോടെ ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ അമ്പിയാക്കൾ കാട്ടിയ മാർഗം, അവരെ തുടർന്ന് സ്വാലിഹീങ്ങൾ ജീവിച്ച മാർഗം, അതിലൂടെ ഞങ്ങളെ നടത്തിടൂ നിറഹീമേ, അതിനായി സങ്കടം കരഞ്ഞിടാം പെരിയോനേ. പ്രിയമുള്ളവരെ, ലോകത്തുള്ള ഏതൊരു മനുഷ്യരുടെയും ആത്യന്തിക ലക്ഷ്യം അവന്റെ ജീവിതത്തിൽ ആത്യന്തിക വിജയം നേടുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് ഒരു മനുഷ്യൻ അവന്റെ ആയുസ് മുഴുവനും കഷ്ടപ്പെടുന്നതും കഠിനാധ്വാനം ചെയ്യുന്നതും. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ആഗ്രഹിക്കേണ്ടത് ഇഹപര വിജയമാണ്. ഈ ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയാണ് 1,24,000-ൽ പരം പ്രവാചകന്മാർ മാനവരുടെ മേൽ നിയോഗിക്കപ്പെട്ടത്. അറിയാം നമുക്ക് ഈ പ്രവാചകന്മാർ പഠിപ്പിച്ച സത്യസന്ദേശം. ഇന്ന് വൈകുന്നേരം 6:30 തൃക്കരിപ്പൂർ മണ്ഡലം വിസ്ഡം യൂത്ത് സംഘടിപ്പിക്കുന്ന മുജാഹിദ് ആദർശ സമ്മേളനം ഓരമുക്ക് ജംഗ്ഷനിൽ വെച്ച്. സമ്മേളനത്തിൽ കേരളത്തിലെ യുവ പണ്ഡിതനും പ്രഗത്ഭ വാഗ്മിയുമായ മുനവ്വിർ സ്വലാഹി, ഓരമുക്ക് സലഫി മസ്ജിദ് ഖത്തീബ് മുനീർ ഷറഫി തുടങ്ങിയവർ നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. പ്രഭാഷണങ്ങൾക്ക് ശ്രോതാക്കളാകാൻ നിങ്ങളേവരെയും ഞങ്ങൾ സ്നേഹാദരവോടെ ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹുവിൻ്റെ കിതാബുമെൻ സുന്നത്തും നിങ്ങൾ മുറുകെ പിടിക്കണം. എല്ലാം അറിയുന്ന റബ്ബിനെ മാത്രമേ നിങ്ങൾ വിളിച്ച് തേടിടാവൂ. ദൈവത്തിന്റെ അനേകം സൃഷ്ടികളിൽ മനുഷ്യനെന്ന സൃഷ്ടി വളരെ സവിശേഷമായ ഒരു സ്ഥാനം വഹിക്കുന്നു. നന്മയും തിന്മയും പുറന്തള്ളുന്ന ഒരു ലോകത്ത് ധാർമ്മികമായി ബഹുമാനിക്കപ്പെടുന്ന ഒരു പദവി സ്ഥാപിക്കാനും ലൗകികവും ആത്മീയവുമായ ആനന്ദങ്ങളാൽ അവരുടെ ജീവിതത്തെ സമ്പന്നമാക്കാനും മനുഷ്യൻ നിർദ്ദേശിക്കപ്പെടുന്നു. വിശുദ്ധ ഖുർആനിന്റെ പ്രധാന ആശയം തന്നെ ഇങ്ങനെയാണ്: ജിന്നുകളെയും മനുഷ്യരെയും എന്നെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. ഈ ആശയം എങ്ങനെയാവണം?
അനാവരണം ചെയ്യപ്പെടുന്നു. തൃക്കരിപ്പൂർ മണ്ഡലം വിസ്ഡം യൂത്ത് സംഘടിപ്പിക്കുന്ന മുജാഹിദ് ആദർശ സമ്മേളനം ഇന്നു വൈകുന്നേരം ഓരമുക്ക് ജംഗ്ഷനിൽ വെച്ച്. സമ്മേളനത്തിൽ കേരളത്തിലെ ഉജ്ജ്വലവാഗ്മിയും പ്രസംഗകലയിൽ തന്റെ ശബ്ദമാധുര്യം കൊണ്ട് ശ്രോതാക്കളെ വിസ്മയിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന പണ്ഡിതൻ മുനവർ സലാഹിയും ഓരമുക്ക് സലഫി മസ്ജിദ് ഖത്തീബുമായ മുനീർ ഷറഫിയും നമ്മെ അഭിസംബോധനം ചെയ്ത് സംസാരിക്കുമ്പോൾ സംസാരങ്ങൾക്ക് കാതോർക്കാൻ ഈ നാട്ടിലെ എല്ലാ ദീനീ സ്നേഹികളെയും ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വൈകുന്നേരം 6:30 ഓരമുക്ക് ജംഗ്ഷനിൽ പ്രത്യേകം സജ്ജമാക്കിയ ദീനീ സദസ്സിലേക്ക്. ദീനിൽ പുതുതായിട്ടൊന്നും നീ ചേർക്കല്ലേ, ദീനെ ഞാൻ പൂർത്തിയാക്കി തന്നു. ഞാനും സഹാബത്തും ചെയ്യാത്തൊരാചാരം പാടില്ല പുണ്യ മുസൽമാൻ.